നമസ്തേ. രാജ്യാന്തരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. ന്യൂസ് ഹെഡ്ലൈൻസ് brought to you by Happy Peanut Butter, a healthy source of protein. കാഠ്മണ്ഡുവിൽ തെരുവ് യുദ്ധം. നേപ്പാളിൽ പ്രക്ഷോഭം കടുപ്പിച്ച് ജൻസി തലമുറ. കലാപത്തിൽ 16 മരണം, 100-ലേറെ പേർക്ക് പരിക്ക്. ജെറുസലേമിലെ ഭീകരാക്രമണത്തിൽ 6 മരണം. പിന്നിൽ ഹമാസ് ഭീകരരെന്ന് ഇസ്രയേൽ. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നാളെ. BRSും BJDയും വിട്ടുനിൽക്കും. വോട്ടെടുപ്പ് നാളെ രാവിലെ 10 മണി മുതൽ. വിജയമുറപ്പിച്ച NDA സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണൻ. കർണാടകയിൽ ഗണേശ ഘോഷയാത്രയ്ക്കെതിരെ ജിഹാദി ആക്രമണം. മാണ്ടിയിൽ നിമജ്ജന യാത്രയ്ക്ക് നേരെ കല്ലേറ് നടന്നത് സമീപത്തെ പള്ളിയിൽ നിന്ന്. പ്രതികൾക്ക് കവചമൊരുക്കി കർണാടക സർക്കാർ. ധർമ്മസ്ഥല കുപ്രചാരണങ്ങൾ കേസിൽ പ്രതിഷേധം ഘടിപ്പിച്ച് BJP. NIA അന്വേഷണം ആവശ്യപ്പെട്ട് BJP MPമാർ. ആവശ്യമുന്നയിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കാണും. നിർണായക കൂടിക്കാഴ്ച ഇന്ന് രാത്രി 9-ന്. പ്രളയബാധിത മേഖലകളിൽ ആശ്വാസമാകാൻ പ്രധാനമന്ത്രി. ഹിമാചൽ പ്രദേശിലെയും പഞ്ചാബിലെയും ദുരന്തബാധിത മേഖലകൾ സന്ദർശിക്കും. നിർണായക സന്ദർശനം നാളെ. താരിഫ് യുദ്ധത്തിനിടെ നിർണായക ബ്രിക്സ് യോഗം ഉടൻ. ഓൺലൈൻ യോഗത്തിൽ ഷി ജിൻപിങ്ങും പുതിനും പങ്കെടുക്കും. ഭാരതത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുക വിദേശകാര്യമന്ത്രി ഡോക്ടർ S ജയശങ്കർ. ബീഹാറിൽ പ്രതിഷേധിക്കുന്ന രാഹുൽ അറിയാൻ. T സിദ്ദിഖിനെതിരെ വയനാട്ടിൽ ഇരട്ട വോട്ടാരോപണം. ഓണിവയലിലും പെരുമണ്ണയിലും സിദ്ദിഖിന്റെ പേരുണ്ടെന്ന് CPM. ബീഹാറിൽ ഒന്നിച്ചും കേരളത്തിൽ തമ്മിലടിച്ചും ഇന്ത്യ സഖ്യം. വിശദമായ വാർത്തയിലേക്ക്. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ നിന്ന് ബിജു ജനതാദൾ, BRS എന്നീ പാർട്ടികൾ വിട്ടുനിൽക്കും. BJDയുടെ 7 MPമാരും BRSന്റെ 4 MPമാരും വോട്ട് രേഖപ്പെടുത്തില്ല. അതേസമയം YSR കോൺഗ്രസ് NDA സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണനെ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. വിശദാംശങ്ങളുമായി S നന്ദഗോപൻ ചേരുകയാണ്. നന്ദൻ, നാളെ രാവിലെ 10 മണി മുതലാണ് വോട്ടെടുപ്പ് നടക്കുക. മറ്റ് കക്ഷികളുടെ നിലപാട് എന്താണ്? CP രാധാകൃഷ്ണൻ സുനിശ്ചിതമായ ഒരു വിജയം തന്നെയാണ്. മറ്റ് വിശദാംശങ്ങൾ കൂടി. സുരേഷ്, നിലവിൽ രാജ്യസഭയിൽ 239 MPമാരുണ്ട്. ലോക്സഭയിൽ 542 MPമാരുണ്ട്. അങ്ങനെ ലോക്സഭയിലെയും രാജ്യസഭയിലെയും MPമാരുടെ എണ്ണം പരിശോധിക്കുമ്പോൾ 781 ഉണ്ട്. ഇതിൽ ഈ 781 MPമാർക്ക് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ യോഗ്യതയുണ്ട്. നിലവിലെ ഒരു ക്രമം അനുസരിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ നിലവിൽ ഒഡീഷ മുഖ്യമന്ത്രിയായിരുന്ന നവീൻ പട്നായിക്കിൻ്റെ ബിജു ജനതാദൾ വോട്ടിങ്ങിൽ നിന്നും വിട്ടുനിൽക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മുൻ തെലങ്കാന മുഖ്യമന്ത്രി K ചന്ദ്രശേഖർ റാവുവിൻ്റെ ഭാരത് രാഷ്ട്ര സമിതി എന്ന BRSും തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് വ്യക്തമായിട്ടുണ്ട്. അങ്ങനെ 11 MPമാർ അങ്ങനെ വോട്ടിൽ നിന്നും വിട്ടുനിൽക്കുന്നു. അതായത് 770 കുറയുമെന്നുള്ളതാണ്. 781 MPമാർ എന്നുള്ളത് 770 കുറയും. അങ്ങനെ നോക്കുമ്പോൾ 386 വോട്ടുകളാണ് ഭൂരിപക്ഷം നേടാൻ, അതായത് ഉപരാഷ്ട്രപതിയായി വിജയിച്ചു കയറുവാൻ വേണ്ടി വോട്ടിംഗ് നില എന്ന് പരിശോധിക്കുമ്പോൾ 425 MPമാരുടെ പിന്തുണ. നിലവിൽ 425 NDA
പിമാരുണ്ട്. അങ്ങനെ 425 എംപിമാരുടെ പിന്തുണ നിലവിൽ ഈ CP രാധാകൃഷ്ണന് ലഭ്യമായിട്ടുണ്ട്. ഇതിന് പുറമെയാണ് YSR കോൺഗ്രസ് കൂടി NDAക്ക് പിന്തുണ പ്രഖ്യാപിക്കുമെന്ന് അറിയിച്ചിട്ടുള്ളത്. YSR കോൺഗ്രസിനും രാജ്യസഭയിലും ലോക്സഭയിലുമായി 11 എംപിമാരുണ്ട്. അങ്ങനെ ഏതാണ്ട് 436 വോട്ടുകൾ NDAക്ക് നേടാൻ സാധിക്കും. NDAയുടെ CP രാധാകൃഷ്ണന് ഈ ഘട്ടത്തിൽ അനായാസേന വിജയം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇനി പ്രതിപക്ഷത്തിൻ്റെ നില പരിശോധിച്ചാൽ പ്രതിപക്ഷത്തിന് വളരെ എണ്ണം കുറവാണ്. പ്രതിപക്ഷത്തിന് ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയാണ്. അതേസമയം തന്നെ ക്രോസ് വോട്ടുകളുണ്ട്. ക്രോസ് വോട്ടുകളിൽ തന്നെ പ്രതിപക്ഷത്തിന് വലിയ ആശങ്കയുണ്ട്. ഒരുപക്ഷെ CP രാധാകൃഷ്ണന് കോൺഗ്രസിൽ നിന്നുമടക്കം കൂടുതൽ പ്രതിപക്ഷ സഖ്യത്തിലുള്ള പാർട്ടികളിൽ നിന്നും വോട്ട് ലഭിക്കുമെന്നുള്ള ആശങ്ക, അല്ലെങ്കിൽ വോട്ട് പോകുമോ എന്നുള്ള ആശങ്ക പ്രതിപക്ഷ സഖ്യത്തിനുണ്ട്. രഹസ്യ ബാലറ്റാണ്. അതുകൊണ്ട് തന്നെ CP രാധാകൃഷ്ണന് വോട്ട് ചെയ്യുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ കോൺഗ്രസിൻ്റെ നേതൃത്വമടക്കം അതിൽ വലിയ രീതിയിലുള്ള അവർ ജാഗരൂകരാണ് ഈ ഒരു വിഷയത്തിൽ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സുരേഷ്. യെസ്, നന്ദഗോപനാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. താരിഫ് യുദ്ധത്തിനിടെ നിർണായക ബ്രിക്സ് യോഗം ഇന്ന് നടക്കും. ഓൺലൈൻ യോഗത്തിൽ ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ എന്നിവർ പങ്കെടുക്കും. ഭാരതത്തെ പ്രതിനിധീകരിച്ച് വിദേശകാര്യമന്ത്രി S. ജയശങ്കറായിരിക്കും ചർച്ചയുടെ ഭാഗമാവുക. ബ്രിക്സ് അധ്യക്ഷ രാജ്യമായ ബ്രസീൽ പ്രസിഡന്റ് ലുലു ഡാ സിൽവ വിളിച്ചു ചേർത്ത യോഗത്തിൽ താരിഫിന് പുറമെ വാണിജ്യ, വിപണി, ശാക്തീകരണം തുടങ്ങിയ വിഷയങ്ങളും ചർച്ചയാകും. വിശദാംശങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൻ ജോസ് ചേരുകയാണ്. ഐസൻ, ഓൺലൈനായി എത്ര മണിക്കാണ് യോഗം നിശ്ചയിച്ചിട്ടുള്ളത്? പ്രധാനമായും എന്തൊക്കെ വിഷയങ്ങളായിരിക്കും യോഗം വിലയിരുത്തുക, ചർച്ച ചെയ്യുക? സുരേഷ്, അല്പസമയത്തിനകം ഓൺലൈൻ യോഗം ആരംഭിക്കുമെന്ന വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. നമുക്ക് അറിയാവുന്നതാണ്, ഈ ഓൺലൈൻ യോഗം നടക്കുന്നതിൽ ഷീ ജിൻപിങ്ങും അതുപോലെ തന്നെ വ്ളാഡിമിർ പുടിനും പങ്കെടുക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ലുല ഡി സിൽവയായിരിക്കും അധ്യക്ഷം വഹിക്കുക. നമുക്കറിയാവുന്നതാണ്, ബ്രിക്സിൻ്റെ അധ്യക്ഷൻ തന്നെ ലുല ഡി സിൽവ തന്നെയാണ്. ബ്രസീലിൻ്റെ അധ്യക്ഷതയിലാണ് ബ്രിക്സ് നിലനിൽക്കുകയും ചെയ്യുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് യോഗം ഇപ്പോൾ നടക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രാധാന്യത്തോടെ നോക്കിക്കാണേണ്ടത് ചൈന 30% താരിഫ് ചുമത്തപ്പെട്ട അമേരിക്ക 30% താരിഫ് ചുമത്തിയ രാജ്യമാണ്. ഭാരതം 50% താരിഫ് ചുമത്തിയ രാജ്യമാണ്. സ്വാഭാവികമായും ബ്രസീലിനും 50% അധിക താരിഫ് ചുമത്തിയിട്ടുണ്ട്. റഷ്യയെ സംബന്ധിച്ചിടത്തോളം റഷ്യയിൽ നിന്നും എണ്ണ വിൽപ്പന നടത്തുന്നത് തടയുന്നതിന് കാര്യമായ ഇടപെടൽ അമേരിക്ക നടത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത്തരത്തിൽ താരിഫ് യുദ്ധത്തിൻ്റെയും അതുപോലെ തന്നെ അനുബന്ധ സെക്കൻഡറി താരിഫുകളുടെയും ഒരു ദുരിതം അനുഭവിക്കുന്ന 4 രാജ്യങ്ങൾ തമ്മിൽ, അല്ലെങ്കിൽ അവർ ആ പ്രശ്നം നേരിടുന്ന 4 രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു ചർച്ചയാണ് പ്രധാനമായും ഏറെ ഗൗരവത്തോടെ നമ്മൾ നോക്കിക്കാണേണ്ടത് എന്നതാണ് യാഥാർത്ഥ്യം. ഈ ചർച്ചകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് താരിഫ് യുദ്ധം സംബന്ധിച്ച വിഷയങ്ങളും അതിനെ അഭിസംബോധന ചെയ്യുന്ന രീതികളും തന്നെ ആയിരിക്കും. എങ്കിൽ കൂടി ഏറ്റവും പ്രാധാന്യത്തോടെ നടക്കുന്ന മറ്റു വിഷയങ്ങളുമുണ്ട്. അതായത് പരസ്പരം വാണിജ്യം ശാക്തീകരിക്കുന്നതിനും അതുപോലെ തന്നെ സഹകരണം ഉറപ്പാക്കുന്നതിനും ഈ 4 രാജ്യങ്ങളുടെയും അല്ലെങ്കിൽ ബ്രിക്സ് മുഴുവൻ രാജ്യങ്ങളുടെയും സാധ്യതകളെ, മാർക്കറ്റ് സാധ്യതകളെ എല്ലാം തന്നെ വിലയിരുത്തുകയും ചെയ്യുന്നതിനെ കാര്യമായ ഇടപെടൽ നടത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിക്ക് വേണ്ടി വിദേശകാര്യമന്ത്രി S. ജയശങ്കർ ആയിരിക്കും യോഗത്തിൽ ഭാഗമാവുക എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. ശരി, ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൻ ജോസ് ആണ് വിശദാംശങ്ങൾ നൽകി. തൃശൂർ നഗരം കീഴടക്കി പുലിപ്പടകൾ. അരമണി കുലുക്കി പുലിത്താളത്തിനൊത്ത് ചുവടുവച്ച് പുലിക്കൂട്ടങ്ങൾ. തേക്കിൻകാട് കീഴടക്കാൻ 500ഓളം പുലികളാണ് നഗരത്തിൽ ഇറങ്ങിയത്. സീതാറാമിൽ നടുവിലാൽ ദേശങ്ങളിൽ നിന്നുള്ള പുലികൾക്കൊപ്പം ഞങ്ങളുടെ പ്രതിനിധികൾ അരുണാലത്തൂരും മിഥുൻ അയ്യപ്പനും സാനു കെ സജീവും ചേരുകയാണ്. ആദ്യം മിഥുൻ അയ്യപ്പനിലേക്ക്. മിഥുൻ, മണിക്കൂറുകളായി നഗരം കീഴടക്കി കഴിഞ്ഞു പുലിക്കൂട്ടങ്ങൾ തിരികെ ഇടയിലേക്ക് കയറാൻ ഇനി എത്ര സമയമാണ് എടുക്കുക? ഇപ്പോൾ എത്രത്തോളം ആവേശകരമായിട്ടാണ് പുലിക്കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയുന്നത്? സുരേഷ്, പുലികൾ നാട്ടിലിറങ്ങിയാൽ എല്ലാവർക്കും ഒരു ആശങ്കയാണ്, അപകടമാണ്. പക്ഷേ ഈ 4ാം ഓണത്തിന് പുലി നാട്ടിലിറങ്ങി കഴിഞ്ഞാൽ എല്ലാവർക്കും അത് വലിയ രീതിയിലുള്ള ആവേശമാണ്. അത് ആഘോഷത്തിന്റെ നാളാണ് തൃശ്ശൂർക്കാർക്ക് ഈ പുലിക്കളി എന്ന് പറയുന്നത്. ഇപ്പോൾ മണിക്കൂറുകളായി തൃശ്ശൂർ നഗരം കീഴടക്കിയിരിക്കുകയാണ്, അലറി വിളിക്കുകയാണ്, അല്ലെങ്കിൽ അവരുടെ ആഘോഷ തിമിർപ്പിലാണ്, ഗർജനത്തിന്റെ തിമിർപ്പിലാണ്, പുലികളുടെ ഗർജനത്തിന്റെ തിമിർപ്പിലാണ് തൃശ്ശൂർ നഗരം എന്നുള്ളത്. ഇപ്പോൾ സീതാറാം നിർദ്ദേശത്തിന്റെ പ്ലോട്ടാണ് ഇപ്പോൾ എനിക്ക് മുമ്പിലൂടെ കടന്നു പോകുന്നത്. അത് നടുവിലാൽ ജംഗ്ഷനിലൂടെ കടന്നു പോവുകയാണ്. അത് നയന മനോഹരമായിട്ട് ഒരു പ്ലോട്ട് എന്ന് തന്നെ അതിനെ വിശേഷിപ്പിക്കേണ്ടി വരുന്നു. പ്രശസ്തമായിട്ടുള്ള അവതാർ സിനിമയുടെ രംഗങ്ങളെ പുനരാവിഷ്കരിച്ചുകൊണ്ട് അതിൽ പുലികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്ലോട്ടാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. വലിയ ദൃശ്യ വിസ്മയം തന്നെ അത് സംജാതമാക്കിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പറയാൻ കഴിയുന്നത്. ഈ സീതാറാം മില്ലിന്റെ ഇപ്പോൾ തൊട്ടു മുമ്പ്
കടന്നുപോയ മേളം അത് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. അതിമനോഹരമായിട്ടുള്ള മേളം തന്നെയായിരുന്നു സീതാറാം ദേശത്തിന്റെ മേളമുണ്ടായിരുന്നത്. നമുക്കറിയാം ഓരോ വിഭാഗത്തിലും കൃത്യമായിട്ടുള്ള വിലയിരുത്തലുകളും മത്സരങ്ങളുമുണ്ട്. മേളത്തിന് മത്സരങ്ങളുമുണ്ട്, പുലിക്കളിക്ക് മത്സരമുണ്ട്, പ്ലോട്ടിന് മത്സരമുണ്ട്. അത്തരത്തിൽ ഓരോ വിഭാഗവും അതിമനോഹരമായി വാശിയേറിയ മത്സരം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എടുത്തു പറയേണ്ട ഒന്ന് എന്ന് പറയുന്നത് കാഴ്ചയുടെ ഭാവം മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇത്രയും നേരം കണ്ടതെല്ലാം ഈ സായം സന്ധ്യയുടെ ഒരു സ്വർണ്ണ നിറത്തിലുള്ള കാഴ്ചകളായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഇരുട്ട് വീണ് പരന്നതോടുകൂടി ആ ഇരുട്ടിന്റെ രൗദ്രികയ്ക്കൊപ്പം ലൈറ്റുകളുടെ അതിമനോഹരമായിട്ടുള്ള കമനീയമായിട്ടുള്ള ദൃശ്യ ഭംഗി കൂടി പുലിക്കളിക്ക് കൈവന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ തൃശ്ശൂർ നഗരത്തിൽ നിന്നുള്ള കാഴ്ച. ലൈറ്റിന്റെ ദൃശ്യ വിധാനത്തിൽ ആ വർണ്ണവിധാനത്തിൽ പുലികൾ ഇങ്ങനെ ആടി തിമിർത്തുകൊണ്ട് വടക്കുന്നാഥന്റെ പ്രദക്ഷിണ വഴിയായിട്ടുള്ള റൗണ്ടിലൂടെ താളത്തിനൊപ്പം ഇങ്ങനെ ചുവട് വെച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്നതാണ്. പല വിധത്തിലുള്ള പുലികൾ, കുട്ടിപ്പുലികൾ, വരയൻ പുലികൾ, കുട്ടിപ്പുലികൾ, കരിമ്പുലികൾ, വെളുമ്പൻ പുലികൾ, വെളുമ്പൻ പുലികൾ, അങ്ങനെ പുലികളുടെ എണ്ണമെടുത്താൽ അല്ലെങ്കിൽ പുലികളുടെ വ്യത്യസ്തമായിട്ടുള്ള പുലികളുടെ എണ്ണമെടുത്താൽ എണ്ണിട്ടില്ലാത്തത്ര വിധമുള്ള പുലികൾ ഇവിടെ അവതരിച്ച് കഴിഞ്ഞിരിക്കുന്നു. വടക്കുന്നാഥിന്റെ പ്രദർശന വഴി ഈ ഒരു ദിവസത്തിന് വേണ്ടി ഈ ഓണക്കാലത്ത് തൃശ്ശൂർക്കാർ കാത്തിരുന്നത്, മലയാളികൾ കാത്തിരുന്നത് ഈ മേളക്കൊടുപ്പിന് വേണ്ടിയാണ്. മറ്റെവിടെയും കേൾക്കാത്ത തൃശ്ശൂരിൽ 4-ാം വിഭാഗത്തിൽ മാത്രം കേൾക്കുന്ന ഈ പുലിമേളത്തിനൊപ്പം ഇവിടെ പുലികൾ ഇങ്ങനെ ആടിത്തിമിർക്കുന്നു. 9 സംഘങ്ങളിൽ നിന്നായി 459 പുലികളാണ് ഇത്തവണ നിരത്തിലിറങ്ങുന്നത്. ഓരോ സംഘവും അതിന്റെ പുലിവേഷത്തിലും വേഷവിധാനത്തിലും താളവിധാനത്തിലും അതുപോലെ തന്നെ പ്ലോട്ടിന്റെ ദൃശ്യ വ്യത്യസ്തതകളിലുമെല്ലാം വ്യത്യസ്തമായിട്ടുള്ള വിഭിന്നമായിട്ടുള്ള ആശയങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ട് ഒരു വർഷത്തെ തയ്യാറെടുപ്പും ഒരു വർഷത്തെ ഗവേഷണവും കൊണ്ടാണ് ഇപ്പോൾ സ്വരാജ് റൗണ്ടിലൂടെ കാണികളെ, ഈ പുലിക്കളി പ്രേമികളെ, മേളപ്രേമികളെല്ലാം അമ്പരിപ്പിച്ചുകൊണ്ട് കടന്നുപോയിരിക്കുന്നത്. അതിമനോഹരമായിട്ടുള്ള കാഴ്ച, ഈ ഓണക്കാലത്തെ ഏറ്റവും മനോഹരമായിട്ടുള്ള കാഴ്ച. ഇപ്പോഴിതാ അതിമനോഹരമായിട്ടുള്ള മറ്റൊരു പ്ലോട്ട് നടുവിരാൽ ജംഗ്ഷനിലൂടെ, നടുവിരാൽ ഗണപതിക്ക് മുന്നിലൂടെ കടന്നു പോകുന്നു. പുരാണ ഇതിഹാസങ്ങളുടെ കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. പരമശിവന്റെ അതിമനോഹരമായിട്ടുള്ള കാഴ്ച, കാളയുടെ തല രൂപത്തിലുള്ള പരമശിവന്റെ കാഴ്ച, അത് പുരാണ ഇതിഹാസത്തിലെ മനോഹരമായിട്ടുള്ള സംഭവ വികാസങ്ങളെ പുനരാവിഷ്കരിച്ചിരിക്കുകയാണ് യുവജന സംഘം വിയ്യൂർ. യുവജന സംഘം വിയ്യൂരിന്റെ കാഴ്ചയാണ്, പ്ലോട്ടാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് മിഥുൻ, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും, മിഥുൻ പറഞ്ഞതുപോലെ തന്നെ ഈ പുലികൾ നഗരം കീഴടക്കി മനോഹരമായ കാഴ്ചകൾ, ഇപ്പോൾ നിറങ്ങളിൽ ആറാടുന്ന വർണ്ണാഭമായ കൂടുതൽ മനോഹരമായ കാഴ്ചകളിലേക്കാണ് നഗരം എത്തിയിരിക്കുന്നത് അല്ലേ? വ്യത്യസ്തത നമുക്കിപ്പോൾ എടുത്തു പറയേണ്ട ഒന്നാണ്. ആദ്യമെത്തിയ അയ്യന്തോൾ സംഘമുണ്ട്. ഈ ആദ്യമെത്തിയത് ഈ നടുവില ജംഗ്ഷനിലേക്ക് രണ്ടാമതെത്തിയതാണ് അയ്യന്തോൾ സംഘം. അയ്യന്തോൾ സംഘത്തിന്റെ പ്ലോട്ട് എന്ന് പറയുന്നത് കേരളവും സർപ്പവും തമ്മിലുള്ള സ്ഥിരവൈരികളായിരുന്നു സ്ഥാപിക്കുന്ന ഹൈന്ദവ ഇതിഹാസങ്ങളിലെ പുരാണങ്ങളിലെ സംഭവ വികാസത്തെ ആവിഷ്കരിക്കുന്ന കാരഞ്ചി സുരേഷ് എന്ന അതിവിദഗ്ധരായിട്ടുള്ള കലാകാരന്റെ കരവിരുതിൽ വിരിഞ്ഞ ഒരു പ്ലോട്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് മുമ്പിലുള്ളത് നടുവിലാൽ ജംഗ്ഷനിലുള്ളത് യുവജന സംഘം വിയ്യൂരിന്റെ അതുപോലെ തന്നെ സമാനമായ ഈ നമ്മുടെ ഹൈന്ദവ പുരാണ ഇതിഹാസങ്ങളിൽ നിന്നെടുത്ത മറ്റൊരു കഥാസന്ദർഭത്തെ അതിമനോഹരമായിട്ടുള്ള കലാവിഷ്കാരത്തിലൂടെ ആവിഷ്കരിച്ചിരിക്കുന്നു വിദഗ്ധനായിട്ടുള്ള കലാകാരൻ. അതിമനോഹരമായിട്ടുള്ള കാഴ്ച, ഈ കാളമുഖത്തോടു കൂടിയ പരമശിവൻ ഇങ്ങനെ നിവർന്നു നിൽക്കുന്നത്, അതുപോലെ തന്നെ രൗദ്രഭാവമാണ് മുഖത്തുള്ളത്. അത്തരത്തിൽ പുറകിലാകട്ടെ തൃശൂലവും ഡമരുവും ഏന്തിയ സർപ്പത്തെ കഴുത്തിൽ ധരിച്ചിട്ടുള്ള പരമശിവന്റെ രൂപം, താഴെ മഹാവിഷ്ണു ഉണ്ട്. അത്തരത്തിൽ ഹിന്ദു പുരാണ ഇതിഹാസങ്ങളുടെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു പുനരാവിഷ്കാരം ഈ പ്ലോട്ടുകളിൽ കാണാൻ സാധിക്കുന്നു. ഒപ്പം തന്നെ ഗീവർഗീസ് പുണ്യാളന്റെ പ്ലോട്ടും മറ്റൊരു ദേശം ഇവിടെ ആവിഷ്കരിക്കുകയുണ്ടായി. അത്തരത്തിൽ അതുപോലെ
തന്നെ മത സൗഹാർദ്ദത്തെ വിളിച്ചോതുന്ന വടക്കുന്നാഥ ക്ഷേത്രത്തെ ഗോപുരനടയും അതുപോലെ തന്നെ പുത്തൻപള്ളിയും അതുപോലെ തന്നെ ചേരമാൻ ജുമാ മസ്ജിദ് ഉൾപ്പെടുന്ന ഇവയെല്ലാം ഒന്നിച്ച് ഒരു കൈക്കുമ്പിളി നിർത്തിയിരിക്കുന്ന വിധത്തിലുള്ള അതിമനോഹരമായിട്ട് മറ്റൊരു പ്ലോട്ടും ഇതിലൂടെ കടന്നുപോയി. അങ്ങനെ പ്ലോട്ടുകളുടെ വ്യത്യസ്തതകളിലും നവീന ആശയങ്ങളിലും അത് ആവിഷ്കരിച്ചിരിക്കുന്ന പെർഫെക്ഷനിലെല്ലാം തന്നെ ഇത്തവണ കൂടെ ഓരോ തവണയും അത് മികവ് പുലർത്താറുണ്ട്, മികവ് ഉയർത്താറുണ്ട്. ഇത്തവണയും അതിവിദഗ്ധമായി അതിലും വലിയ ശ്രദ്ധ കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. 9 സംഘങ്ങൾ ഇത്തരത്തിൽ ലക്ഷങ്ങൾ മുടക്കി ഈ ഒരു പുലിക്കളി ഇത്തവണ നടത്തണമെങ്കിൽ അത് കൃത്യമായിട്ടുള്ള പിന്തുണ കൃത്യമായി ലഭിക്കേണ്ടതുണ്ട്. ഇത്തവണ നമുക്കറിയാം കേന്ദ്ര സർക്കാർ 3 ലക്ഷം രൂപ ഓരോ സംഘത്തിനും അനുവദിച്ചിരിക്കുന്നു, സഹായമായി അനുവദിച്ചിരിക്കുന്നു, മറ്റ് സഹായ സഹകരണങ്ങൾ ചെയ്യാറുണ്ട്. ഇതിനെല്ലാം അടിസ്ഥാനത്തിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി 5 സംഘങ്ങളായും 7 സംഘങ്ങളായും മാത്രം നടത്തിയിരുന്ന പുലിക്കളി തൃശ്ശൂർ പുലിക്കളി തവണ 9 സംഘങ്ങളായി ഉയർത്താൻ സാധിച്ചിരിക്കുന്നു. വലിയ ഒരു വീണ്ടെടുപ്പാണ് തൃശ്ശൂർ ജനതയുടെ ആത്മാവിഷ്കാരമായിട്ടുള്ള തൃശ്ശൂർ ജനതയുടെ സാംസ്കാരിക ചിഹ്നങ്ങളിലൊന്നായിട്ടുള്ള സാംസ്കാരിക ആചാരങ്ങളിലൊന്നായിട്ടുള്ള ഈ പുലിക്കളി വീണ്ടും വർണ്ണാഭമായും അതുപോലെ തന്നെ കൂടുതൽ പ്രൗഢിയോടെയും കൂടുതൽ പങ്കാളിത്തത്തോടെയും നടത്താൻ ഇത്തവണ സാധിച്ചു എന്നുള്ളത് ഒരു വലിയൊരു മാറ്റമാണ്. ആ മാറ്റമാണ് ഇപ്പോൾ പ്രേക്ഷകരെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിമനോഹരമായിട്ടുള്ള കാഴ്ചകൾ വടക്കുന്നാഥന്റെ പ്രദക്ഷിണ വഴിയായിട്ടുള്ള സ്വരാജ് റൗണ്ടിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ഓരോ പുലിക്കളി സംഘവും കടന്നു പോകുമ്പോൾ ഏതാണ് മികച്ചത് എന്ന് പറയാനാവാത്ത വിധത്തിൽ നമ്മൾ അന്തം വിട്ടു പോവുകയാണ്. ഓരോ സംഘം മുന്നേറ്റ് പോകുമ്പോൾ ഇതിനായിരിക്കാം 1ാം സമ്മാനം എന്ന് നമ്മൾ തോന്നിപ്പോകും. എന്നാൽ തൊട്ട് പിന്നെ വരുന്ന മറ്റൊരു സംഘം മുന്നിലെത്തുമ്പോൾ അതല്ല, ഇതിനാണ് സമ്മാനം എന്ന് തോന്നിപ്പോകും. അതിനു പുറകെ മറ്റൊരു സംഘം എത്തുമ്പോൾ വീണ്ടും ഈ ആശങ്ക നമുക്കിടയിലുണ്ടാകും. അത് ഈ ശരി, സ്വരാജുകളുടെ അക്ഷരാർത്ഥത്തിൽ കീഴടക്കി ശക്തന്റെ തട്ടകത്തെ അക്ഷരാർത്ഥത്തിൽ കീഴടക്കിയിരിക്കുകയാണ് പുലിക്കൂട്ടങ്ങൾ. മിഥുൻ അയ്യപ്പനാണ് വിശദാംശങ്ങൾ നൽകിയത്. ബീഹാറിലെ വോട്ടർ പട്ടിക പുതുക്കുന്നതിനായി ആധാർ കാർഡ് തിരിച്ചറിയൽ രേഖയായി സ്വീകരിക്കാൻ ഇലക്ഷൻ കമ്മീഷന് നിർദ്ദേശം നൽകി സുപ്രീം കോടതി. ആധാർ പൗരത്വത്തിനുള്ള തെളിവായി കണക്കാക്കില്ലെന്നും കോടതി വ്യക്തമാക്കി. വോട്ടർ പട്ടികയിൽ അനധികൃത കുടിയേറ്റക്കാരെ ചേർക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും യഥാർത്ഥ പൗരന്മാർക്ക് മാത്രമേ വോട്ട് ചെയ്യാൻ അവകാശമുള്ളൂ എന്നും ജസ്റ്റിസുമായ സൂര്യകാന്ത്, ജോയ്മാല്യ ബാഗ്ചി എന്നിവരടങ്ങിയ ബെഞ്ച് ചൂണ്ടിക്കാട്ടി. ബീഹാറിലെ വോട്ടർ പട്ടികയിൽ പ്രത്യേക തീവ്ര പരിഷ്കരണം നടത്തുന്നതിന്റെ ഭാഗമായാണ് ആധാർ കാർഡ് തിരിച്ചറിയൽ രേഖയായി സ്വീകരിക്കാൻ ഇലക്ഷൻ കമ്മീഷനോട് സുപ്രീം കോടതി ആവശ്യപ്പെട്ടത്. നിലവിൽ 11 തരം തിരിച്ചറിയൽ രേഖകളാണ് SIR സംവിധാനം സ്വീകരിക്കുന്നത്. ആധാർ തിരിച്ചറിയൽ രേഖയായി മാത്രം പരിഗണിക്കാമെന്നും പൗരത്വത്തിനുള്ള രേഖയായി പരിഗണിക്കില്ലെന്നും കോടതി വ്യക്തമാക്കി. വോട്ടർ പട്ടികയിൽ അനധികൃത കുടിയേറ്റക്കാരെ ചേർക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും യഥാർത്ഥ പൗരന്മാർക്ക് മാത്രമേ വോട്ട് ചെയ്യാൻ അവകാശമുള്ളൂവെന്നും ജസ്റ്റിസുമാരായ സൂര്യകാന്ത്, ജോയ്മാല്യ ബാഗ്ചി എന്നിവരടങ്ങിയ ബെഞ്ച് ചൂണ്ടിക്കാട്ടി. ആധാർ സ്വീകാര്യമായ രേഖയായി അംഗീകരിക്കുമ്പോൾ തന്നെ സമർപ്പിക്കുന്ന ആധാർ നമ്പറുകൾ യഥാർത്ഥമാണോ എന്ന് ഉറപ്പുവരുത്തണമെന്നും കോടതി ഇലക്ഷൻ കമ്മീഷനോട് ആവശ്യപ്പെട്ടു. ബീഹാറിൽ നിലവിൽ നടക്കുന്ന സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ വ്യാജരേഖകൾ ഉപയോഗിച്ച് വോട്ടവകാശം നേടുന്നത് തടയാനും യഥാർത്ഥ പൗരന്മാർക്ക് വോട്ട് ഉറപ്പാക്കുവാനുമുള്ള ശ്രമങ്ങളുടെ ഭാഗമാണെന്ന് ഇലക്ഷൻ കമ്മീഷൻ സുപ്രീം കോടതിയിൽ ആവർത്തിച്ചു. 2003 ശേഷം ഇതാദ്യമായാണ് ഇത്തരമൊരു നടപടി സംസ്ഥാനത്ത് നടക്കുന്നത്. ഈ നടപടിയിലൂടെ വോട്ടർമാരുടെ എണ്ണം 7.9 കോടിയിൽ നിന്നും 7.24 കോടിയായി കുറയുന്നതിനെയാണ് പ്രതിപക്ഷ സഖ്യം എതിർക്കുന്നത്. ജനം, ഡൽഹി. അരമുളിയിൽ ആവേശപ്പോരിന് മണിക്കൂറുകൾ മാത്രം. ഉത്രട്ടാതി ജലമേളയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. 51 പള്ളിയോടങ്ങളാണ് പമ്പാ നദിയിൽ മാറ്റൊരുക്കാൻ ഇറങ്ങുന്നത്. വിശദാംശങ്ങളുമായി ഗൂഗിൾ ചേരുകയാണ്. ഗൂഗിൾ, ജല രാജാക്കന്മാരെ കണ്ടെത്താനുള്ള ആവേശപ്പോര് എത്രത്തോളം ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു? സുരേഷ, ഒരുക്കങ്ങളൊക്കെ അവസാന ഘട്ടത്തിലാണെന്ന് തന്നെ പറയാൻ സാധിക്കും. ഇനി ആ ഒരു നിമിഷത്തിന് വേണ്ടി മേളയ്ക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ് തന്നെയാണ്. നാളെ രാവിലെ മുതൽ തന്നെ രാവിലെ 9 മണിയോടുകൂടി ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും ഭദ്രദീപ ഘോഷയാത്ര സത്രം കടവിലേക്ക് പോകും. അവിടെ സത്രം കടവിൽ ഫിനിഷിംഗ് പോയിന്റ് കൂടിയാണ് സത്രം കടവ്. സത്രം കടവിൽ ഭദ്രദീപം കൊളുത്തുന്നതോടുകൂടി ചടങ്ങുകൾക്ക് പ്രാരംഭമാകും. അതിനുശേഷം 10 മണിയോടുകൂടി പത്തനംതിട്ട ജില്ലാ കളക്ടർ ഔദ്യോഗികമായിട്ട് ഈ ജലമേളയ്ക്ക് ഉദ്ഘാടനം കുറിച്ചുകൊണ്ട് പതാക ഉയർത്തും. അതിനുശേഷം 1 മണിയോടുകൂടി സാംസ്കാരിക
സമ്മേളനം ആരംഭിക്കും. മന്ത്രിമാരും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക, കലാരംഗങ്ങളിലെ നിരവധി പ്രമുഖരടക്കം ആ ഒരു ചടങ്ങിൽ പങ്കെടുക്കും. 1:30 മണിയോടുകൂടി ഈ 51 പള്ളിയോടങ്ങൾ അണിനിരക്കുന്ന ജലഘോഷയാത്രയായിരിക്കും ഉണ്ടാവുക. ഈ സത്രം കടവിൽ നിന്നും സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്കായിരിക്കും ഈ പള്ളിയോടങ്ങൾ ജലഘോഷയാത്രയായിട്ട് ഒരുമിച്ച് നീങ്ങുന്ന ആ കാഴ്ച കാണുവാനായിട്ട് സാധിക്കുന്നത്. അതിനുശേഷം അവിടെ എത്തി ജലഘോഷയാത്ര പൂർത്തിയായതിനു ശേഷം മേള അല്ലെങ്കിൽ മത്സര വള്ളംകളി ആരംഭിക്കും. ഇത്തവണ 51 പള്ളിയോടങ്ങളാണ്. 52 കരകളുണ്ടെങ്കിലും ഒരു പള്ളിയോടം ഇക്കുറി മത്സരിക്കുന്നില്ല. അങ്ങനെ 51 പള്ളിയോടങ്ങളാണ് പമ്പാ നദിയിൽ മാറ്റുരയ്ക്കാനായിട്ട് നാളെ ഇറങ്ങുന്നത്. അതിൽ 35 പള്ളിയോടങ്ങൾ എ ബാച്ച് കാറ്റഗറിയിലാണ് ഉൾപ്പെടുന്നത്. ബി ബാച്ചിൽ ബാക്കി 16 പള്ളിയോടങ്ങൾ, ചെറിയ പള്ളിയോടങ്ങളാണ് ബി ബാച്ചിൽ ഉൾപ്പെടുന്നത്. അങ്ങനെ 51 പള്ളിയോടങ്ങൾ. എ ബാച്ചിൽ 11 ഹീറ്റ്സുകളിലായിട്ടാണ് മത്സരം നടക്കുന്നത്. ബി ബാച്ചിൽ 5 ഹീറ്റ്സിലുമാണ് മത്സരം നടക്കുന്നത്. ഈ മത്സരങ്ങളിൽ ഏറ്റവും കുറഞ്ഞ സമയത്ത് ഫിനിഷ് ചെയ്യുന്ന 4 വള്ളങ്ങളായിരിക്കും 2 കാറ്റഗറിയിലും ഫൈനലിലേക്ക് പ്രവേശിക്കുന്നുണ്ടാവുക. അവരിൽ 2 കാറ്റഗറിയിലും ഫൈനൽ നടത്തി വിജയിക്കായിരിക്കും മന്നം ട്രോഫി കരസ്ഥമാക്കാനുള്ള അർഹത ഉണ്ടാവുന്നുണ്ട്. അതുകൂടാതെ ഈ ആദ്യ 4 കൂടാതെ തൊട്ടടുത്ത 4 മുതൽ 5 മുതൽ 8 വരെയുള്ള സ്ഥാനക്കാർക്ക് വേണ്ടി ലൂസേഴ്സ് ഫൈനലും നടക്കുന്നുണ്ട്. 24ഓളം ട്രോഫികളാണ് ഇതുമായി ബന്ധപ്പെട്ട് കൈമാറുന്നത്. ഈ മന്നം ട്രോഫി കൂടാതെ ഏറ്റവും നന്നായിട്ട് പാടി തുഴഞ്ഞു വരുന്ന പള്ളിയോടത്തിന് ആർ ശങ്കർ മെമ്മോറിയൽ ട്രോഫി അടക്കമുള്ള നിരവധി ശ്രേഷ്ഠമായിട്ടുള്ള പുരസ്കാരങ്ങളും നൽകുന്നുണ്ട്. അങ്ങനെ എന്തായാലും ആ ഒരു ജലമേളയ്ക്ക് വേണ്ടി ആറന്മുള അണിഞ്ഞൊരുങ്ങി കഴിഞ്ഞിട്ടുണ്ട്. പള്ളിയോടങ്ങളൊക്കെ തേച്ചു മിനുക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ പ്രേക്ഷകരിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നു. അവസാനവട്ട മിനുക്ക് പണികൾ ഒക്കെ തന്നെ പൂർത്തിയാവുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. ക്ഷേത്രവും പരിസര പ്രദേശങ്ങളും ഒക്കെ തീർത്തും ഭക്തിനിർഭരമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ തന്നെയാണ് ഈ നിമിഷം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. അന്തരീക്ഷത്തിൽ ഇങ്ങനെ വഞ്ചിപ്പാട്ടിന്റെ ആ ഒരു താളം ഇങ്ങനെ മുഴങ്ങി കേൾക്കുന്ന കാണാം ക്ഷേത്രത്തിലെല്ലാടും. എന്തായാലും ആളുകളും ഇങ്ങോട്ടേക്കൊക്കെ തന്നെ വന്നു തുടങ്ങിയിട്ടുണ്ട്. രാവിലെ 9 മണിയോടുകൂടി ചടങ്ങുകൾക്കൊക്കെ തന്നെ പ്രാരംഭമാകുന്നുണ്ടാകും. സുരേഷ്, എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. ഗൂഗിളാണ് വിശദാംശങ്ങൾ നൽകിയത്. രാജ്യം രാജ്യാന്തരമയുടെ പൂർണ്ണമാവുകയാണ്. നമസ്തേ.